എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന പുസ്തകം ഒരു ദേശത്തിൻ്റെ കഥ എന്നുള്ള നോവൽ ആണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ വായനയിലേക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു വാതായനമാണ് മലയാളികളുടെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവൽ. എസ്.കെ. പൊറ്റക്കാടിൻ്റെ പ്രശസ്തമായ നോവലാണ് ഒരു ദേശത്തിൻ്റെ കഥ. ഈ കൃതിക്കാണ് 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഈ കൃതി തന്നെ 1972 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിനും അർഹമായി. ശ്രീധരൻ എന്ന യുവാവ് താൻ ജനിച്ചു വളർന്ന അതിരണിപ്പാട് ഗ്രാമം സന്ദർശിക്കാനായി എത്തുന്നതും അവിടെ വെച്ച് അയാൾ തൻ്റെ ബാല്യകാലത്ത് അവിടെ നടന്ന സംഭവങ്ങൾ ഓർക്കുന്നതുമാണ് പ്രമേയം. അതീവ ഹൃദ്യമായ രചനാരീതിയും അവതരണ ഭംഗിയുമുള്ള ഈ നോവൽ എഴുത്തുകാരൻ്റെ ആത്മകഥാംശങ്ങൾ ഉൾപ്പെടുന്നുവെന്ന് കരുതപ്പെടുന്നു. ഒരു ദേശത്തിൻ്റെ കഥയുടെ ഇംഗ്ലീഷ് വിവർത്തനം ടെയിൽസ് ഓഫ് അതിരണിപ്പാടം എന്ന പേരിൽ ഓറിയന്റ് ബ്ലാക്ക് സ്വാൻ പുറത്തിറക്കിയിട്ടുണ്ട്. ശ്രീദേവി കെ നായർ, രാധിക പി മേനോൻ എന്നിവരാണ് വിവർത്തനം നടത്തിയിരിക്കുന്നത്. 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 1980 ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ച കൃതിയാണ് ഒരു ദേശത്തിൻ്റെ കഥ. മലയാളിക്ക് എന്നും അഭിമാനിക്കാവുന്ന വിഖ്യാത എഴുത്തുകാരിൽ ഒരാളാണ് എസ്.കെ. പൊറ്റക്കാട്. അതിരണിപ്പാടം എന്ന ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച രചനയാണ് ഒരു ദേശത്തിൻ്റെ കഥ. നീണ്ട വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജനിച്ചു വളർന്ന അതിരണിപ്പാടമെന്ന സ്ഥലത്തേക്ക് ഒരുപാട് ഓർമ്മകളുമായി എത്തുന്ന പാർലമെന്റ് അംഗമായ ശ്രീധരനിലൂടെയാണ് ഒരു ദേശത്തിൻ്റെ കഥ ജനിക്കുന്നത്. ഒരു നോവൽ വായിക്കുന്നതിനേക്കാൾ ഉപരി അതിരണിപ്പാടം എന്ന ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥ വായനക്കാരിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് സത്യം. ഒരു നാടിനെയും അവിടെ ജീവിക്കുന്ന പച്ചയായ മനുഷ്യരെയും കാലങ്ങൾ കടന്നു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളെയും ഇത്ര മനോഹരമായി വിവരിക്കുന്ന മറ്റൊരു നോവൽ ഇല്ലെന്നു തന്നെ പറയാം. അതീവ ഹൃദ്യമായ രചനാരീതിയും അവതരണ ഭംഗിയുമുള്ള ഈ നോവൽ എഴുത്തുകാരൻ്റെ ആത്മകഥാംശങ്ങൾ ഉൾപ്പെടുന്നുവെന്ന് കരുതപ്പെടുന്നു. കഥാനായകനായ ശ്രീധരൻ്റെ ജനനം മുതൽക്കുള്ള സംഭവ വികാസങ്ങൾ വർണ്ണിച്ചാണ് നോവൽ സമാരംഭിക്കുന്നത്. ശ്രീധരൻ്റെ ശൈശവം മുതൽ കൗമാര യൗവന ദശകളിലൂടെ മധ്യവയസ്സിലെത്തും വരെയും അയാളുമായി സമ്പർക്കം പുലർത്തുന്ന നൂറുകണക്കിന് മനുഷ്യർ നോവലിലെ കഥാപാത്രങ്ങളാണ്. ഇവരുടെയും ജീവിതത്തിൻ്റെ ഒരു നേർചിത്രം നോവലിസ്റ്റ് വിശാലമായ ക്യാൻവാസിൽ വരച്ചു കാട്ടുന്നുണ്ട്. ഒരു ദേശത്തിൻ്റെ